വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ. അല്ലാഹ് ഇവിടെ പറഞ്ഞത് എന്താ? രാത്രിയാണ് സത്യം, പകലാണ് സത്യം, ആണാണ് സത്യം, പെണ്ണാണ് സത്യം. ആണും പെണ്ണും സമമാണെങ്കിൽ അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞാ പോരെ. ആണിനെ തന്നെ സത്യം, പെണ്ണിനെ തന്നെ സത്യം. അപ്പൊ പിന്നെ അങ്ങനെ ആണും പെണ്ണും ഒന്നാവുക? ഒരിക്കലാവില്ലല്ലോ. قل هل يستوي الذين يعلمون والذين لا يعلمون قل هل يستوي الأعمى والبصير أم هل تستوي الظلمات والنور ولا الظل ولا الحرور قل هل يستوي الخبيث والطيب. പരിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങൾ അല്ലാഹു പറയുന്നു അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ജീവനുള്ളതും നിർജീവ വസ്തുവും സമമാകുമോ? രാത്രിയും പകലും സമമാകുമോ? ഉപ്പുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും സമമാകുമോ? നല്ലതും ചീത്തയും സമമാകുമോ? ലാ യസ്തഊൻ, സമമാവുകയില്ല. അതുകൊണ്ട് പെണ്ണ് പെണ്ണ് തന്നെ, ആണാണ് തന്നെ. അവർക്ക് ഓരോരുത്തർക്ക് ഓരോ പദവി കൊടുത്തിട്ടുണ്ട്. ആ പദവി അനുസരിച്ച് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ സ്കരിച്ചാൽ മതി, നിങ്ങൾക്ക് അതിന്റെ കൂലി അള്ളാഹ് അവിടെ തരും. പോരെ? പിന്നെ എന്തിന് ത്യാഗം സഹിക്കുന്നത്? പകൽ സമയത്തൊക്കെ നിങ്ങൾ ഇറങ്ങി വന്നിട്ട് പട്ടി കടിക്കാൻ പോകണം, പിന്നെ ആശുപത്രി കൊണ്ടുപോകണം, പിന്നെ പൊക്കളിന് ചുറ്റും 12 ഇഞ്ചക്ഷൻ എടുക്കണം, ഇതിനൊക്കെ പോകണം. പറക്കി സ്കെച്ചോളി പ്രായത്തല്ലേ, നിങ്ങൾക്ക് അതിനുള്ള കൂലി കിട്ടൂലേ? അതല്ലേ ഏറ്റവും വലിയ കൂലി. ഖുർആൻ ഇറങ്ങിയില്ലേ അതേ ആയത്ത്. ആണ് പെണ്ണെന്ന് പറഞ്ഞ് പ്രത്യേകം അല്ലാഹ് ഇറക്കി തന്നു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. അനുസരണയുള്ള ആണ്, അനുസരണയുള്ള പെണ്ണ്. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധതയുള്ള ആണ്, സത്യസന്ധതയുള്ള പെണ്ണ്. വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഭയപ്പെടുന്ന പെണ്ണ്, ഭയപ്പെടുന്ന ആണ്. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്ന ആണ്, സദഖ ചെയ്യുന്ന പെണ്ണ്. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന ആണ്, നോമ്പെടുക്കുന്ന പെണ്ണ്. വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആണ്, ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കുന്ന പെണ്ണ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളമായി അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലുന്ന ആണ്, ദിക്ർ ചൊല്ലുന്ന പെണ്ണ്. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമാ, അല്ലാഹു അല്പം പോലും നിങ്ങൾക്ക് കുറയ്ക്കില്ല കേട്ടോ. അല്ലാഹു ആണുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ പ്രതിഫലവും പാപമോചനവും അല്ലാഹു നിങ്ങൾക്കും നൽകും കേട്ടോ. അതുകൊണ്ട് ഉമ്മു സലമ എല്ലാ സ്ത്രീകളോടും പോയി പറയണേ, ആണുങ്ങൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട്, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ അവർക്ക് ഖിദ്മത്ത് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അമലുകൾ കുറയുമെന്ന് ആശങ്ക വേണ്ട. എല്ലാം അല്ലാഹു ഒരുപോലെ നൽകി അവരെ സന്തോഷിപ്പിക്കും. ഉമ്മു സലമ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. സഹാബത്ത് പോയി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് സന്തോഷമായി, നമ്മുടെ സഹോദരിമാർക്ക് സന്തോഷമായി. അതുകൊണ്ട് ആണുങ്ങൾ പള്ളിയിൽ പോകുന്ന ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിഷമവും ഇല്ല. അവർക്കും അതേപോലെ കിട്ടും. ഖുർആൻ കൊണ്ടുള്ള നെസ്സാണ്, തെളിവാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. കൃത്യസമയത്ത് നിസ്കരിക്കി, നീ പറഞ്ഞനുസരിച്ച് കൃത്യസമയത്ത് നിസ്കരിക്കി. നമ്മൾ നാളെ മരിച്ചു പോകേണ്ടവരാണ്. മരിച്ചു പോകുമ്പോൾ ഖബറിനകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂറത്തും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താം. ഒരു സൂറത്തൂടെ പറഞ്ഞുതരാം. ഇവിടം വരെ വന്നിട്ട് പോയവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും നാളെ മരിച്ചു പോകും. മരണപ്പെട്ടു പോകുമ്പോൾ ഖബറിനകത്ത് ആരും കാണൂല, ഇച്ചായും വരൂല, ഇഞ്ഞായും വരൂല, ഒരാളും നമ്മുടെ കൂട്ടത്തിൽ വരൂല. അപ്പൊ നമ്മളെ ഖബറിൽ രക്ഷിക്കാൻ ഒരൊറ്റ സൂറത്തുണ്ട്. ആ സൂറത്ത് ഇന്ന് മുതൽ കാണാൻ പിടിച്ചോളി. ഇന്ന് മുതൽ കാണാൻ പഠിച്ച് അങ്ങ് ഗുണം ഉണ്ടാകും. 4 സൂറത്ത് ഒരാൾ സ്ഥിരമായിട്ട് ഓതിയാൽ അവർക്ക് പ്രകാശമുണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. വമൻ ഖറഅ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ വയാസീൻ വഖതറബത്തിസ് സാഅതു വൻശഖൽ ഖമർ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്
കുന്ന ലഹു ഹിർവനൂറൻ വഹിർസം മിനശ് ശൈത്താനി വശിർകി. ആരെങ്കിലും ഈ 4 സൂറത്ത് ദിവസം തോറും ഓതിയാൽ അവനെ പ്രകാശം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമത്രേ. ഷിർക്കിൽ നിന്നും പൈശാചികമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 സൂറത്ത് ഹാമീം സജദ, ഒന്ന് സജദ, സൂറത്തു സജദ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ മുൽക്ക്. ഇത് 4 ഓതിയാൽ ശൈത്താൻ അടുത്തേക്ക് വരൂല. 3 സൂറത്ത് സ്ഥിരമായിട്ട് ഓതിയാൽ, 3 സൂറത്ത് സ്ഥിരമായിട്ട് ഓതിയാൽ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ നിന്ന് അവരെ ക്ഷണിക്കപ്പെടും. ഒന്ന് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഹദീദ്. ഇത് 3ഉം പാരായണം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹം ഉണ്ടാകും. മാത്രമല്ല 4 സൂറത്ത് സ്ഥിരമായി ഓതുകയോ ഒറ്റയ്ക്ക് ഇടവിട്ട് ഓതുകയോ, മൻ ഖറഅ സൂറത്തുൽ ഖമരി വറഹ്മാൻ വൽ ഹദീദ്. ആരെങ്കിലും സൂറത്തുൽ ഖമറും സൂറത്തുൽ റഹ്മാനും സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ ഹദീദും ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സൂറത്താണ്. ഇത് ഓതിയാൽ ലഖിയല്ലാഹു തആല വവജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി. നാളെ അല്ലാഹുവിനെ അവർ കണ്ടുമുട്ടുന്നത് പൂർണ്ണ പൗർണമിയെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ട് റബ്ബിനെ നാളെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂറത്ത് പഠിച്ചോ. തീർന്നതോടെ തീർന്നു. 12 മണിയാവും ഇൻഷാ അല്ലാഹ്. ഇന്നി ലാജിദു ഫീ കിതാബില്ലാഹി സൂറത്തൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി സ്വഹാബത്തെ. മൻ ഖറാഹാ ഇൻദ നൗമിഹി. ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് പാരായണം ചെയ്താൽ കുതിബ ലഹു മിൻഹാ 30 ഹസന വമുഹിയ അൻഹു منها 30 سيئة ورفع له منها 30 درجة. 30 നന്മകൾ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. 30 തെറ്റുകൾ അല്ലാഹു പൊറുത്തപ്പെട്ടു കൊടുക്കപ്പെടും. 30 പദവികൾ അല്ലാഹു നാളെ ആഖിറത്തിൽ ഉയർത്തപ്പെടും. വബഅസ അല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക. മലക്കുകളിൽ നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അല്ലാഹു അയക്കുമത്രേ. ലിയഹ്ഫളഹു മിൻ കുല്ലി സൂ ഐ മിൻ കുല്ലി ഷൈഇൻ ഹത്താ യസ്തൈഖിള. സുബ്ഹിക്ക് ഇവൻ ഉണരുന്ന സമയം വരെ എല്ലാ ഇടങ്ങേറ് മുസീബത്തിൽ നിന്ന് ഇവനെ സംരക്ഷിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു ഇവന്റെ ബെഡ്റൂമിലേക്ക് നിയോഗിക്കുമത്രേ. ആര്? ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതണം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 30 നന്മ കിട്ടും, 30 തിന്മ ഡിലീറ്റ് ആവും, 30 പദവി ഉയർത്തപ്പെടും. ഇന്ന് മുതൽ ഓതാൻ തുടങ്ങിയാൽ മരിക്കുന്നവരെ എത്ര പദവിയായിരിക്കും അപ്പോൾ അത്. എന്നിട്ടൊരു മലക്ക് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. രാത്രി നമ്മളെ ആരും ഒന്നും തൊടൂല, ആരും ഒന്നും സ്പർശം. ഒതുവെടുത്തിട്ട് കിടക്കണം കേട്ടോ, ഒതുവെടുത്തിട്ട് കിടക്കണം. രാത്രി ജിമാ ചെയ്തിട്ട് കിടന്നാൽ ഒന്നുകിൽ ഒതുവെടുത്തിട്ട് കിടക്കണം, ഇല്ലെങ്കിൽ കുളിച്ചിട്ട് കിടക്കണം. അതാണ് അതിന്റെ നിയമം, സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്നാലും ഈ മലക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഈ ജനാപത്തുള്ളിടത്ത് മലക്കൾ പാഞ്ഞു പോലെ, മലക്കൾ പാഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് അതിന്റെ നിയമം അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പൊതുസ്ഥലത്തല്ലേ പറയാൻ പറ്റുള്ളൂ, ആൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യട്ടെ. ജിമാ ചെയ്തിട്ട്